മലയാളി ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ കാലം ഏകദേശം കഴിയാറായതുകൊണ്ട് ഞാൻ ഇന്നൊരു ചക്കപ്പുഴുക്ക് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലേക്കായി ഞാൻ ഇതിൻ്റെ ഒരു മുഴുവൻ ചക്ക എടുത്ത് അതിൻ്റെ പകുതി മുറിച്ച് ഞങ്ങൾ അംഗങ്ങൾ കുറവായതുകൊണ്ട് ഒരു 4 പേർക്കുള്ള പുഴുക്കുണ്ടാക്കാനായിട്ടാണ് ഇതിൻ്റെ പകുതി കട്ട് ചെയ്ത് കുരുവെല്ലാം കളഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. ചക്ക മുറിച്ച് കഴിയുമ്പോൾ ചുള വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതിനൊരു കാരണവശാലും നമ്മൾ വെള്ളത്തിൽ നനയ്ക്കുകയൊന്നും ചെയ്യില്ല. ഇനി വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തേ നമ്മൾ വേവിക്കാവും. അപ്പോൾ ചക്കപ്പുഴുക്ക് അങ്ങനെ ഞങ്ങളുടെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അതിലേക്ക് ആദ്യമായിട്ട് ചക്ക ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലീൻ വെച്ചാൽ കുരു കളയുമ്പോൾ ഇതിൻ്റെ പോണ്ടി കളയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു പ്രത്യേക സ്വാദുമാണ്. ചക്ക പുഴുക്കിന് ഒരു കട്ടി ഉണ്ടാവുകയും ചെയ്യും ഇതും കൂട്ടത്തിലുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ചക്കപ്പുഴുക്കിന് സൈഡായിട്ട് ഞാൻ ഇന്ന് നല്ല കിളിമീനാണ് കറി വെക്കാൻ, വറുത്തരച്ച കിളിമീൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ ചുള ഇതേ രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ചേർക്കേണ്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി മുറി, 5 പച്ചമുളക്, ഒരു 7 വെളുത്തുള്ളി ഇതിന് മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. കാരണം ചക്കപ്പുഴുക്കിന് മെയിനായിട്ട് വെളുത്തുള്ളി വേണം. എല്ലാ പുഴുക്കിനും വെളുത്തുള്ളി വേണമെങ്കിലും ചക്കപ്പുഴുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സാധനമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതേപോലെ ഒരു 3 കറിവേപ്പില, അതിപ്പോൾ കറിവേപ്പില. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത് വേവിക്കാൻ വെക്കുമ്പോഴാണ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുകയാണ്. കാരണം ഇതിൻ്റെ കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പലയിടത്തും കുഴഞ്ഞിരിക്കും, പല നിറമാകുന്നുണ്ട്. ഒരുമിച്ച് മഞ്ഞൾ പിടിക്കാൻ വേണ്ടി ഉപ്പും മഞ്ഞളും ഇതൊന്ന് ആവി കയറി കഴിയുമ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്കിട്ട് ഒന്ന് ചതച്ചാൽ മതി, കൂടുതൽ അരയണ്ട. ഇത് പുഴുക്കിന് ഒന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മഞ്ഞളും മുളക് പൊടിയും ഉപ്പും പച്ചമുളകും മാത്രം ചേർത്ത് കറിവേപ്പില മാത്രം ചേർത്താലും മതിയാവും. ഇത് ഞാൻ കാരണം ചക്ക ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് മഴവെള്ളം ഇറങ്ങി നിൽക്കുന്ന ചക്ക ആയതുകൊണ്ട് ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തേങ്ങ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇടുന്നു, വെളുത്തുള്ളി 7 അല്ലി വെളുത്തുള്ളി ഇടുന്നു. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, അല്ല കൂടുതൽ വടുക അരയ്ക്കേണ്ട കാര്യമില്ല. അതായത് വളരെ ഇതായിട്ട് അരച്ചെടുക്കണ്ട, 1-2 പ്രാവശ്യം ഒന്ന് മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. കറിവേപ്പില അവസാനം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അരപ്പിൻ്റെ കൂടെ അങ്ങനെ തന്നെ ഇടാം, അടിക്കേണ്ട കാര്യമില്ല. ഇതിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. മിക്സിക്കകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയോട് ചേർത്ത് ഞാൻ ഈ പരുവത്തിൽ, അതായത് വെള്ളം തൊടാതെ വേണം. തേങ്ങാപ്പാലിനകത്ത് ഇതുപോലെ ഒന്ന് നിന്നാൽ മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മഴവെള്ളം ഇറങ്ങിയ ചക്കയാണ്, അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇനി നമ്മൾ വേവിക്കുമ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഞാനിത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. പുഴുക്ക് വെക്കുന്നത് ഞാൻ ഇന്നൊരു ഇഡ്ഡലിക്കുട്ടത്തിനകത്താണ്. കാരണം നമ്മൾ അംഗങ്ങൾ കുറവാണെന്ന് നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഒരു 4 പേർക്കുള്ള ചക്ക. അപ്പോൾ ഇഡ്ഡലിക്കുട്ടകം ചൂടായ സമയത്ത് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ, ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കും. വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം ഇത് അടിച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. കാരണം ഇനി ഇത് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച ശേഷം ഇതെല്ലാം ഇട്ട ശേഷം വെള്ളം ഒഴിക്കും. എന്നിട്ട് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുന്നു. ഇതിപ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കും, കാരണം പാത്രം ചെറുതാണ്, ഇതിൽ തട്ട് ചെറുതാണ്, നമുക്ക് ചക്ക സ്വല്പം കൂടുതലുണ്ട്. എന്നാലും വെന്ത് വരുമ്പം ഇത് ഒന്നുകൂടെ താഴോട്ടൊന്ന് അമങ്ങും. അപ്പോൾ നമുക്ക് ഇളക്കത്തക്ക സൗകര്യത്തിലായി വരും. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കപ്പിന് പകുതിയാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം താഴെ എത്തിയിട്ടുണ്ട്. ശബ്ദം കേട്ടാൽ മനസ്സിലാവും എണ്ണയ്ക്കകത്തോട്ട് വെള്ളം ചെന്ന്.
അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കൂട്ടി വെക്കാം. വെള്ളം ഒഴിച്ച് തീ കൂട്ടി നമ്മൾ ഇത് നല്ലപോലെ അടച്ചു വെക്കും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ ഇഡ്ഡലി കൂട്ടുകം അടച്ച് നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് വേവിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരുവിധം നോക്കുകയും നമുക്ക് നേരത്തെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരുവിധം ആവി കയറി വെള്ളം കൊണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഈ ഒരു ചെറിയ സ്പൂണിന് 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഉദ്ദേശത്തിന് സ്വല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഒന്ന് നല്ലപോലെ ഒരു തവി കൊണ്ട് താത്തു കൊടുക്കുന്നു. താഴേന്ന് അടി കൂട്ടി വേണം നമുക്ക് ഇളക്കാൻ. ചെറുതായിട്ട് വെള്ളം ഉണ്ടായതുകൊണ്ട് അടിക്ക് പിടിക്കുകയും നമുക്ക് പേടിക്കുകയും വേണ്ട. എന്നാലും കൂടെ കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മഞ്ഞളും ഉപ്പും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മളിത് അടച്ചൊന്ന് വെക്കുന്നു. അടച്ച് നല്ലപോലെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അടിക്ക് പിടിക്കും. അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഇനിയും വെന്ത് വരത്തക്ക രീതിയിൽ നമ്മളിത് അടച്ചു വെച്ചിരിക്കും. അതിനുശേഷം നമുക്ക് അതിൻ്റെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും അത് അവസാന നിമിഷത്തിലാണ് നമ്മൾ ഇട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ഉപ്പും മഞ്ഞളുമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് വേവാനായിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചാണ് നല്ലപോലെ അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണ്. അരപ്പും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അരപ്പൂടെ വെന്ത് നമുക്ക് താത്തിറക്കി വെക്കാൻ പറ്റും. കാരണം പച്ചമുളക് ചേർത്തുകൊണ്ടാണ് ഇതിനൊരു നിറമില്ലാത്ത മഞ്ഞളിൻ്റെ മാത്രം. നമ്മൾ മീൻകറിക്ക് വറുത്തരയ്ക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനകത്ത് മുളക് പൊടി ഇടാഞ്ഞത്, പച്ചമുളക് മാത്രം ചേർക്കുന്നത്. ഈ രീതി നല്ലപോലെ നമുക്ക് കുഴച്ച് പുരട്ടി വെക്കണം. അടി കൂട്ടി വേണം ഇനിയും നമുക്ക് ഇളക്കാൻ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ ചക്കയുടെ അവസാന സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചക്കപ്പുഴുക്ക് കാണിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നല്ലപോലെ നമ്മുടെ അരപ്പെല്ലാം നമ്മൾ നല്ലപോലെ ചേർത്ത് ഇളക്കി കുഴച്ച് പരുത്തിച്ചിരിക്കുകയാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. ആ സമയത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ചൂടോടെ ഉപയോഗിക്കാം, എങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരൂടെ കട്ടിയാവും നമ്മുടെ പുഴുക്ക്. അന്നേരം നമുക്ക് ഇതിന് സൈഡായിട്ട് മീനോ കടുമാങ്ങയോ തീയലോ എന്ത് വേണം ചേർക്കുക, ഇറച്ചിയോ എന്തിഷ്ടം നമ്മുടെ ഇഷ്ടം വെച്ചാൽ അതുകൂടെ ചേർത്ത് നമുക്ക് ഇത് കഴിക്കാം. ഞാനിന്ന് നേരത്തെ പറഞ്ഞ പോലെ കിളിമീനാണ് ഇതിന് കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനോട് റെഡി ആയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇലയിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഇതിനകത്തുള്ളത്. അടുത്ത ഇലയ്ക്ക് മീൻകറി ഒഴിക്കുകയാണ്. നല്ലപോലെ മുളകിട്ട് ഉള്ള കറിയാണ്. വറുത്ത അതുപോലെ തന്നെ ഈ കിളിമീൻ വറുത്തതും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചക്കപ്പുഴുക്ക് എല്ലാവർക്കും
ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.